ഓ അളിയന് ഇത് എന്തുദ്ദേശിച്ച? എന്തോന്ന് ഉദ്ദേശിച്ചു? ആഹാരമാകുമ്പോ അതിനകത്ത് കല്ലും മണ്ണും മുടിയൊക്കെ ഉണ്ടായെന്ന് വരും. അതാരും പ്രത്യേകിച്ച് കൊണ്ടിടുന്നൊന്നും അല്ല. അത് തന്നെ അളിയ, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന. അതെ, അതെനിക്കറിയാം. ഇതിനു മുമ്പ് ഇതുപോലെ മുടിയും കല്ലും മണ്ണും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഉണ്ടല്ലോ, ഞാൻ ചിക്കൻ കറി കഴിക്കുമ്പോ ചിക്കന്റെ കഴുത്താണെന്ന് പറഞ്ഞ എടുത്ത് കഴിച്ചെന്താ അറിയുമോ? കടിച്ച് കുക്കറിന്റെ വിസില് എന്റെ തൊണ്ടയെ കുടുങ്ങിയിരുന്നെങ്കിലോ? അന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അളിയൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ ഓർത്തെല്ലാം കൂടെ കൂട്ടി വെച്ച് എന്റെ പെങ്ങെടുത്ത് പെരുമാറുകയല്ലേ അളിയ? എന്തോന്നാ അളിയ പറയുന്നെന്ന്? അപ്പൊ ഇതൊന്നും മറക്കാതെ മനസ്സിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്റെ പെങ്ങളെ പീഡിപ്പിക്കുകയല്ലേ അളിയ? മണിക്കുട്ടി എന്തോന്ന് പറഞ്ഞു? അങ്ങനെയൊന്നും അല്ലെന്ന്. പിന്നെ എങ്ങനെയാ? അല്ലേലും മണിക്കുട്ടിക്ക് അടുത്ത കാലത്ത് വളരെ അശ്രദ്ധയാണ്, അറിയാമോ? ഗ്യാസ് തന്നെ എത്ര പ്രാവശ്യം തുറന്നിട്ടുണ്ടോ? ഞാൻ മണം അടിച്ചു വന്ന് നോക്കുമ്പോ ഗ്യാസ് ഓണായി കിടക്കുന്നു. ഞാനാണോ എന്ത് അപകടം ഉണ്ടാവുമായിരുന്നു? അപ്പൊ ഗ്യാസ് തുറന്നു വിട്ടവളെ കത്തിക്കാൻ വരെ പ്ലാൻ ഉണ്ടില്ല അളിയന്. അന്ന് ശരിയായ കാര്യമല്ല അളിയ. മണിക്കുട്ടി എന്തോന്നൊക്കെ പറയണേ? എന്നോട് മാത്രമല്ല, കുട്ടികളോട് കൂടി അവളിപ്പോ ദേശത്തിലാണ് സംസാരിക്കുന്നത്. എന്റെ അളിയ, അവൾക്ക് ഭയങ്കര ഇതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ കാലമായല്ലോ, 2 കുഞ്ഞുങ്ങളുമായി കഴിഞ്ഞപ്പം അളിയൻ അവളെ വേണ്ട അല്ലയോ അളിയ? അളിയൻ അവളെ വേണ്ട. മണിക്കുട്ടി എന്തോന്ന് ഉദ്ദേശിച്ചിട്ട് പറയുന്നതൊക്കെ ശരിയായ കാര്യമല്ല അളിയ. എന്തോന്ന് ശരിയാട്? മണിക്കുട്ടി അവളുടെ ഈ കാളെ പറ്റൂന്ന് പറയുമ്പോ കയറുന്ന സ്വഭാവം ഉണ്ടല്ലോ. നിക്കേ അപ്പൊ അളിയൻ പറഞ്ഞു വരുന്ന എന്റെ പെങ്ങക്ക് കാള വെച്ചാൽ ഉടനെ കയറെടുക്കുന്ന സ്വഭാവന്നല്ലേ? അതെ. അളിയൻ എത്ര കാള വേണം, എത്ര കയറ് വേണം? പുലിയുടെ വീട്ടിലോട്ട് വാ, അളിയനപ്പൊ കാളയും കയറും വേണമല്ലേ? അതല്ല പറഞ്ഞത്. എന്തോ അളിയ പറഞ്ഞത്? ഒരു കാര്യം കേട്ട് ഞാൻ അതിന്റെ പൂർണ്ണ രൂപം മനസ്സിലാക്കാതെ എടുത്തിയാടിയുള്ള അവളുടെ പെരുമാറ്റം ഉണ്ടല്ലോ, അതിപ്പോ എന്നോട് മാത്രമല്ല കുട്ടികളോടും അവൾ അങ്ങനെയാണ് കാണിക്കുന്നത്. അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അളിയനെ കൂടുതൽ അങ്ങ് സഹിച്ച് ജീവിക്കണ്ട, അവളെ അങ്ങ് ഡൈവോഴ്സ് ചെയ്തേരെ. മണിക്കൂല ഇംഗ്ലീഷ് പറഞ്ഞ മനസ്സിലായില്ലയോ? അവളെ അങ്ങ് ഉപേക്ഷിച്ചേരെ, ബന്ധം ഒഴിഞ്ഞേരെ. താണ്ടേ അളിയ, നിങ്ങള് ബന്ധം ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വിത്തിൻ സെക്കൻഡ്സ് ഞാൻ നല്ല മണിമണി പോലത്തെ പിള്ളേരെ കൊണ്ട് അവളെ കെട്ടിക്കും. വേണ്ടി വന്നാൽ നിങ്ങളുടെ ബാങ്കിന്റെ ജനറൽ മാനേജരെ കൊണ്ട് ഞാൻ കെട്ടിക്കും. മണിക്കൂട്ടെ, ഇത്ര മാത്രം പ്രശ്നം ഇവിടെ എന്തുണ്ടായി? ഡിവോഴ്സ് ചെയ്യാനായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായി? എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? എന്റെ പെങ്ങള് നീറി ഇവിടെ കഴിയുകളിയാ. അവൾ ഇതുവരെ എന്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടില്ല, ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല. അത് ഞാൻ അനുവദിക്കത്തില്ല. ദൈവമേ, മണിക്കൂട്ടെ കാര്യം അറിയാ, സംസാരിക്കല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തോന്ന്? അവളെ ഇനി വേദനിപ്പിച്ചാല് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. മണിക്കൂട്ട ഇങ്ങോട്ട് പറയട്ടെ. മണിക്കൂട്ടാ, കാര്യം അറിയാതെ സംസാരിക്കണേ. ഈ അളിയന്റെ കാര്യം മണിക്കൂട്ടാ, വെട്ടാൻ പോണ ബോധത്തിനോട് വേദം ഓതിട്ട് കാര്യമുണ്ടോ?